മച്ചന്മാരെ വീട്ടിൽ കയറി സമയം 7 മണിയായി. ശിക്ഷന്മാർ രക്ഷയില്ല. നമ്മളെവിടെ ഇതും പോയി, കറണ്ടും പോയി. അത് മഴ കാരണം ഇതിൻ്റെ ഓഫായിക്കാണ്. സപ്ലൈ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് നോക്കാം. അതാണ് കാര്യങ്ങൾ. നമുക്ക് മഴ കണ്ടി ഞാൻ ഇറങ്ങിയില്ല. മറ്റപ്പോൾ അവിടെ ഇരിക്കുകയല്ലേ. 7 മണി ഇനിയിപ്പോൾ അവൻ്റെ ഒരു ഉണ്ടോ. നല്ല തൊഴിഞ്ഞ് കേട്ട കാവളമല്ല. ഇത് തന്നെ ഇന്നത്തെ ആകാശം. നേരെ പോക്കുന്നു. നോക്കട്ടെ എന്തൊക്കെയാണ്. കാരണം ഒന്നിനും ചാർജില്ല. ഇവിടെ രാത്രി ഇവിടുത്തെ കറണ്ട് പോയി. ഈ ക്യാബിനിൻ്റെ അവിടെ പിന്നെ അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. അവിടെ 2 സപ്ലൈ ഉണ്ട്. ഇൻലെറ്റ് തുറന്നിരിക്കുന്ന സൗണ്ട് കേൾക്കാം. പക്ഷെ എന്തായാലും കാണും കറണ്ട്. ഇവിടെ ക്ലോസ് ആയ ഇൻലെറ്റ് ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഇത് നിറഞ്ഞു കളയും. 1 മണിക്കൂർ കൊണ്ടൊക്കെ നിറയും. 1 മണിക്കൂർ 1/2 മണിക്കൂർ കൊണ്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പോവുക, പമ്പ് ഓൺ ചെയ്യുക, ടൈം അടിപ്പിച്ച് ചെയ്യുക. ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞു. ചില വന്നില്ല. മഴയാണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നല്ല മഴയായിരുന്നു രാത്രി. ഇത് പൊടിഞ്ഞുകൊണ്ടിരിക്കും, ഊറ്റിക്കൊണ്ടിരിക്കും. വല്ലാണ്ട് നിന്ന് പെയ്യണേ, പൊടിഞ്ഞുകൊണ്ടിരിക്കും. റെഡിയാക്കാൻ നോക്കണം. DP ഉണ്ടാക്കണം. എങ്ങനെയാണെന്ന് നോക്കുന്നത്. മഴയ്ക്ക് ഒരു കുറവുമില്ല. പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിണുങ്ങി. അയ്യോ, ഇനി ഞാൻ പോയൊന്ന് എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്തു. ചാർജ് കയറിയില്ലായിരുന്നു രാത്രി. പെയ്തുകൊണ്ട് കായൽ പറഞ്ഞുണ്ടല്ലോ, എല്ലാം കുറേ വീണ് താഴെ തൊഴിഞ്ഞു പോയി. ഇതിൽ കുറേ തൊഴിഞ്ഞു. ഇതിൽ 200-300 തൊഴിഞ്ഞാണ്. ചെറിയ കറുത്ത കുരുമുളക് പോലെ കിടക്കണത്. ചുറ്റും 40 കിലോയ്ക്ക് കൂടുതൽ വീണു താഴെ. ഞാൻ അവിടെ ചെന്ന് നോക്കട്ടെ എങ്ങനെയാണ്. രാത്രി ഫുള്ള് മഴയായിരുന്നു. ഇപ്പോഴാണ് ഇത്ര നേരം തൂറ്റിയും കൊണ്ടിരുന്നു. ഞാൻ ഫുഡും കഴിച്ചു. ഞാൻ വെച്ചാൽ അതിൻ്റെയും വീഡിയോ എടുത്തു തന്നു. അപ്പം ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു, മറന്നുപോയി. ഇതിലും കിടക്കണ താഴെ ഒന്നുമില്ല. അതിലേണ്ട അല്ലെങ്കിലൊക്കെ നിറച്ചിരിക്കേണ്ടതാണ്, നിറച്ച്. ഞാൻ അടുത്ത് അവിടെ ചെന്നിട്ട് എല്ലാം നോക്കട്ടെ, എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെ ചെയ്യണ്ടാന്ന്. നേരെ വന്ന് റൂമിൻ്റെ അവിടെ നിൽക്കുക. ഇനി ഒന്ന് ഫോൺ ചാർജ് ചെയ്തു. പെട്ടെന്ന് തീരും. 2-4 മണിക്കൂറായി. അവിടെ ആ വെള്ളവും കൊടുത്തിട്ടിരിക്കുന്നു. ഇനി ഇത് ചാർജ് ചെയ്തിട്ട് അതും പോയി ഓഫ് ചെയ്ത് തിരിച്ചൊന്ന് ഫോൺ ഉണ്ടായിരുന്നു. അത് തന്നെ ഇപ്പോഴും ഫുള്ളാവും ഏകദേശം എന്നാണ് പ്രതീക്ഷ. ഇതാണ് ഓർഡർ ചെയ്തിരുന്ന അടിപൊളി ടേസ്റ്റാണിത്. ഇത് തുറന്ന് കഴിച്ചു പോകട്ടെ എങ്ങനെയാണ് പറഞ്ഞത്. ബോക്സിൽ ഇത്ര 1 റിയാൽ 800 പൈസ, ഏകദേശം 400-500 രൂപ സാധനമാണ്. 500 രൂപ.
കിടിലൻ ടേസ്റ്റാണ്. അകത്ത് നല്ല മധുരമൊന്നുമല്ല, നമ്മളാ പീനട്ട് ഉണ്ടല്ലോ, പീനട്ട് അതാണ്. ഓവർ മധുരവും അല്ല, ഓവർ ഷവർപ്പും അല്ല, കൊള്ളാം. അടുത്തൊരെണ്ണം കൂടെ കഴിച്ചിട്ട് കുറച്ച് എൻ്റെ കൂടെയുള്ളവനും കൂടെ പറഞ്ഞ സെക്യൂരിറ്റി എടുത്ത പുള്ളി എന്തിനും ഉണ്ടോന്നല്ല എനിക്ക് തരും. പുള്ളി അങ്ങനെ എന്തിന് കിട്ടിയാലും പുള്ളി എനിക്ക് തരും. ആ പുള്ളി അങ്ങനെയാണ്, നല്ലൊരു മനസ്സാണ് പുള്ളിക്ക്. എല്ലാം ദേഷ്യമുള്ള ആളാണ് കേട്ടോ. കല്യാണം കഴിച്ച് ഇത് ഞാൻ ആദ്യം കഴിച്ച പോലെയല്ല, അതിനേക്കാളും അടിപൊളി ക്വാളിറ്റി, ഒന്നും പറയല്ല, രക്ഷയല്ല കേട്ടോ. ഇത് പറഞ്ഞിട്ട് ഏകദേശം 10 ദിവസമായി. ഞാൻ മറന്നു വിചാരിച്ചു പുള്ളി. അവർക്ക് നോമ്പിൻ്റെ ചെറിയ ലീവ് ഉണ്ടായിരുന്നല്ലോ, അങ്ങനെയായിരുന്നു. ഞാൻ അടുത്തത് ഇത് രണ്ടും കഴിക്കണം അത് തന്നെ. ചിക്കൻ ചീസ് മയോണീസ് എന്ന് തോന്നുന്നു, അതിൻ്റെ ടേസ്റ്റ്. ഇനി കഴിക്കട്ടെ, മറ്റൊരെണ്ണം കഴിച്ചു ചെയ്യുന്നു, ഇത് മാത്രം. വന്നിരിക്കുക കോട് വന്നു, അതിൻ്റെ തുടങ്ങി മഴയും പൊടിയുന്നു, ചെറുതായിട്ട് എരിവുണ്ട്, ഒരു അങ്ങനത്തെ ഒരവസ്ഥയാണ്. നേരെ പോവുക, കുളിച്ച് ഫ്രഷായി, ഡ്രസ്സ് പഴയത് തന്നെയാണ്. ഇപ്പോൾ സൂര്യൻ വന്ന് പ്രകാശം അടിച്ചു തുടങ്ങി. നാളെ സൂര്യൻ ഉണ്ടെങ്കിൽ സെറ്റാണ്. രാവിലെ എണീക്കാൻ പറയാം, രാവിലെ എണീക്കുമ്പോൾ തന്നെ സൂര്യൻ അല്ലെങ്കിൽ ഇവിടെ ഉച്ചയിൽ എണീക്കും, എങ്കിൽ തുണിനൊക്കെ നനച്ച് ഇടണം, അല്ലെങ്കിൽ നനയ്ക്കാൻ പറ്റില്ല. നാളെ ടീം വിടാമെന്ന് പറഞ്ഞ്, മഴയില്ലെങ്കിൽ സെൻസർ റെഡിയാക്കാനാണ്. നേരെ പോയി ഇറക്കിയൊന്നും കുഴപ്പമില്ല, ബാക്കി കാവം വന്നിട്ട് ചെയ്തോളും. ഒരെണ്ണം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതും ഇനിയിപ്പോൾ പോകാൻ നേരത്തെ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. കാരണം ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവിടത്തത് പോയി ഓണാക്കണം. അത് മോട്ടർ മൂവി ഓണാവും 5:30, അതും ചെയ്യട്ടെ. ചേട്ടാ ഒട്ടിപ്പൊളി വ്യൂ, വാ മോനെ, വേറെ ലെവല് വ്യൂ. വെള്ളം താന്നു പോണു, എത്ര അപ്പം വെള്ളം അകത്തിറങ്ങിയെന്ന് നോക്കണം. കണ്ട കളി വയ്ക്കാൻ പറ്റണില്ല, കണ്ടല്ലേ ഉള്ളിച്ച് കളിയെ. നടക്കാൻ പറ്റാത്ത അവസ്ഥകൾ, കല്ലെല്ലാം താന്നു പോകും. അടിയിൽ ഇതല്ലേ വരണം, മണ്ണല്ലേ വരണം. അത്രയ്ക്ക് വെള്ളം ഇവിടെ കയറി. നല്ല ഇതിട്ട് നിറഞ്ഞ കുഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് ബീം നിർത്തി എത്ര മണ്ണ് വന്ന്, പിന്നെ അതിൻ്റെ പുറത്ത് കൂടി ചല്ലിയിട്ട് വെച്ചിരിക്കുന്നതല്ലേ. ഇത് ചെന്നാൽ പൊക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്, വെള്ളം കയറാതിരിക്കാൻ വേണ്ടി. മഴ പെയ്ത വെള്ളം ആ മണ്ണിൽ കയറിയിരിക്കുന്നത്. ഞാൻ അത് ലൈറ്റെല്ലാം ഓണാക്കട്ടെ, എൻ്റെ മണ്ടേ കയറി നോക്കാം. സെറ്റപ്പ് വ്യൂ ഒക്കെയാണ്, ലൈറ്റ് ഞങ്ങൾ സെറ്റാക്കി. ഇനി മറ്റു നമ്മൾ നിറഞ്ഞു നോക്കും കയറി വ്യൂ എടുക്കാൻ വേണ്ടി. ഓക്കെയാണ്, കാണിച്ചു തരാം. അടിപൊളിയല്ലേ? അവിടെയാണ് സൺസെറ്റിൻ്റെ ഇത് വെച്ച് തുടങ്ങി. ഉണ്ടാ അവിടെ പൊടിച്ചു പറഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം സെറ്റായിട്ടുണ്ട്. കമ്പ്യൂട്ടർ ബേസ് എല്ലാം
പിന്നെ മറ്റേ അവിടുത്തതും ഓണാക്കി ഇപ്പോൾ ഫുള്ളായി, അത് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ കയറിയത്. നേരെ അടുത്ത് പോയി എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവിടെ തന്നെ ഇരിക്കുക, നോക്കട്ടല്ല. ഉള്ളതെന്ന് പറഞ്ഞാൽ സൈഫ കൂട്ടണം, അത് അവൻ കയറിയതിനു ശേഷം കൂട്ടും. പിന്നെ അൽഹോപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്ത് വരാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം സെറ്റാണ്, ഇതെല്ലാം കുഴപ്പമില്ല. നീ ഇവിടെ തന്നെ ഇരിക്കുക, ഗെയിം കളിച്ചിട്ടിരിക്കുക, പിന്നെ പോയി എഡിറ്റ് ചെയ്യുക റൂം, അങ്ങനെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.